Parota beef and a body letter glucose spike on Noka. Parota ഉണ്ടാക്കുന്നത് മൈദമാവിൽ നിന്നാണ്. മൈദമാവ് എന്ന് പറയുന്ന ഗോതമ്പാവ് തന്നെയാണ്. ഗോതമ്പാവിനെ എടുത്തിട്ട് അതിൽ നിന്നുള്ള ഫൈബർ എല്ലാം മാറ്റി അതിനെ ബ്ലീച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മൈദമാവായി. മൈദാവ് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്, പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, പപ്സ് ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും മൈദ എന്ന് പറയുന്നത് ഫൈബർ കണ്ടന്റ് തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോളോൺ ക്യാൻസറും അങ്ങനെ ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാട് ഉണ്ടാക്കാനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ പൊറോട്ട എത്രത്തോളം ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുന്നുള്ളത് ഈ CGM സെൻസറിലൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പൊറോട്ട കഴിക്കുന്നതിന് മുന്നേയുള്ള റീഡിംഗ് ഇതായിരുന്നു. അത് 1 hourന് ശേഷം അത് നേരെ 130 വരെ റേസ് ചെയ്തു. 130 ശേഷം നേരെ താഴേക്ക് വരിക ചെയ്തു. അത്രയ്ക്ക് വലിയൊരു സ്പൈക്ക്, എന്നാലും ഒരു 50 mg/dL ഒരു സ്പൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ ഇഡലിയും ഓറഞ്ച് ജ്യൂസും അതിനേക്ക് പോലെ 180, 190 റേഞ്ചിലേക്ക് ഒന്നും കയറി പോയിട്ടില്ല. 150, 160 ക്രോസ് ചെയ്തില്ല എന്ന് കരുതി അതിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് ഒരു 70, 170, 180, 190ലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടിയും ഇത് സ്പൈക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പൊറോട്ട ബീഫിൽ കുറച്ച് ഫൈബറും കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ അത്രയും സ്പൈക്ക് ഉണ്ടാക്കത്തുമില്ല. അതിന് യൂഷ്വലി ഉണ്ടാക്കുന്ന ഹാനികരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇൻ കേസ് പൊറോട്ട ബീഫ് നിങ്ങൾക്ക് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തേത് ഫുഡ് ഞാൻ ട്രൈ ചെയ്യണമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക.